ഇന്ത്യയുടെ അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ബൂമിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ സാധാരണ സിമന്റ്, സ്റ്റീൽ, EPC, പവർ സ്റ്റോക്സ് തുടങ്ങിയവയൊക്കെയാണ് ശ്രദ്ധിക്കാറ്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന്റെ പിന്നിൽ സാവധാനം വളരുന്ന മറ്റൊരു ബിസിനസ്, ഒരു വിൻഡ് ടർബൈൻ, റിഫൈനറി അല്ലെങ്കിൽ സ്റ്റീൽ പ്ലാന്റ്, ഇവ ഓപ്പറേഷണൽ ആകുന്നതിന് മുൻപ് 100 കണക്കിന് ടൺ ഭാരമുള്ള എക്യുപ്മെന്റ് ലിഫ്റ്റ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം. ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന്റെ പിന്നിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ബിസിനസ് ആണ് ഹെവി ലിഫ്റ്റിംഗ് സൊല്യൂഷൻസ്. ആ മേഖലയിൽ ഇന്ത്യയിലെ മാർക്കറ്റ് ലീഡറാണ് ഇന്നത്തെ നമ്മുടെ കമ്പനി സാങ്വി മൂവേഴ്സ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രെയിൻ റെന്റൽ കമ്പനി. ലോകത്തിലെ ടോപ്പ് 5 ലിസ്റ്റിലും സാങ്വി മൂവേഴ്സ് ഇടം പിടിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ സൈഡിലും കമ്പനി മികച്ച സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ക്യാപെക്സ് സൈക്കിളിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസിൽ ഒന്നായി സാങ്വി മൂവേഴ്സ് മാറും. വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. സാങ്വി മൂവേഴ്സിന്റെ ബിസിനസ് മോഡൽ മനസ്സിലാക്കാം. കമ്പനിയുടെ ബിസിനസ് പ്രധാനമായും 3 സെഗ്മെന്റ്സിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തേത് ക്രെയിൻ റെന്റൽ ബിസിനസ്. ഇതാണ് കമ്പനിയുടെ ഏറ്റവും വലിയ ബിസിനസ്. ഓപ്പറേറ്റിംഗ് റവന്യൂവിന്റെ ഏകദേശം 65% ഈ സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. ക്രോളർ ട്രെയിൻസ്, ടെലിസ്കോപ്പിക് ട്രെയിൻസ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെവി ഡ്യൂട്ടി ക്രെയിൻ ഫ്ലീറ്റ്സിലൊന്ന് സാങ്വി മൂവേഴ്സിന് സ്വന്തമാണ്. ഈ ക്രെയിൻസ് വിൽക്കുന്നതിന് പകരം ലോങ് ടൈം പ്രൊജക്ട് ബേസ്ഡ് കോൺട്രാക്ട്സ് വഴി വിവിധ കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകുകയാണ് സാങ്വി ചെയ്യുന്നത്. വിൻഡ് എനർജി, പവർ, റിഫൈനറീസ്, സിമന്റ്, സ്റ്റീൽ, പെട്രോ കെമിക്കൽസ്, ഇൻഫ്രാസ്ട്രക്ചർ, മെട്രോ പ്രൊജക്ട്സ്, പോർട്സ്, മൈനിംഗ് തുടങ്ങി നിരവധി സെക്ടേഴ്സിലുള്ള കമ്പനികളാണ് പ്രധാന കസ്റ്റമേഴ്സ്. ഈ ബിസിനസ് മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കസ്റ്റമേഴ്സിന് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ തന്നെ സ്പെഷ്യലൈസ്ഡ് ലിഫ്റ്റിംഗ് സൊല്യൂഷൻസ് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ്. അതേസമയം സാങ്വിക്ക് റെക്കറിംഗ് റെന്റൽ ഇൻകം ലഭിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ബിസിനസ്. സാം ഗ്രീൻ ഫ്യൂച്ചർ റിന്യൂവബിൾസ് എന്ന സബ്സിഡറി വഴിയാണ് കമ്പനി ഈ സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്നത്. ക്രെയിൻസ് റെന്റിന് നൽകുന്നതിൽ മാത്രം ഒതുങ്ങാതെ വിൻഡ് ടർബൈൻസിന്റെ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ലിഫ്റ്റിംഗ്, ഇൻസ്റ്റാളേഷൻ എന്നിവയും കമ്പനി ഏറ്റെടുക്കുന്നു. മാനേജ്മെന്റ് ഈ ബിസിനസിനെ കമ്പനിയുടെ സെക്കൻഡ് ഗ്രോത്ത് എഞ്ചിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്രെയിൻ റെന്റൽ ബിസിനസിനെ അപേക്ഷിച്ച് ഇത് ഒരു അസറ്റ് ലൈറ്റ് മോഡലാണ്. അതായത് ക്യാപിറ്റൽ റിക്വയർമെന്റ് താരതമ്യേന കുറവായതിനൊപ്പം മികച്ച റിട്ടേൺ ഓൺ ക്യാപിറ്റൽ നേടാൻ കഴിയുന്ന ബിസിനസ് കൂടിയാണിത്. റവന്യൂ മോഡൽ നോക്കിയാലും സാങ്വി മൂവേഴ്സ് ഒരു ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ആണ്. ക്രെയിൻ റെന്റൽസ് ആണ് പ്രധാന വരുമാന സ്രോതസ്സെങ്കിലും എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സർവീസസ്, വിൻഡ് ടർബൈൻ ഇൻസ്റ്റാളേഷൻ, ഹെവി ലിഫ്റ്റിംഗ് പ്രൊജക്ട്സ്, ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് സപ്പോർട്ട്, ഇന്റർനാഷണൽ ക്രെയിൻ റെന്റൽസ് എന്നിവയിലൂടെ കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാങ്വി മൂവേഴ്സിന്റെ പ്രധാന സ്ട്രെങ്ത് ഒരു കസ്റ്റമറിനെയോ ഒരു പ്രൊജക്ടിനെയോ അല്ലെങ്കിൽ ഒരു റവന്യൂ സോഴ്സിനെയോ മാത്രം ആശ്രയിക്കുന്നില്ല എന്നതാണ്. റവന്യൂ ബേസ് കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആണ് എന്ന് പറയാം. റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ സ്റ്റീൽ, L&T, NTPC, BHEL, ഇന്ത്യൻ ഓയിൽ, ONGC, അൾട്രാടെക് സിമന്റ്, സുസ്ലോൺ എനർജി, റോൾസ് റോയ്സ് തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ ഇൻഡസ്ട്രിയൽ, എനർജി, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ സാങ്വി മൂവേഴ്സിന്റെ കസ്റ്റമർ ബേസിലുണ്ട്. ഇത് തന്നെ കമ്പനിയുടെ എക്സിക്യൂഷൻ കേപ്പബിലിറ്റിയുടെയും ഇൻഡസ്ട്രി ക്രെഡിബിലിറ്റിയുടെയും തെളിവാണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം. ഫിനാൻഷ്യൽ 2026 സാങ്വി മൂവേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വർഷങ്ങളിൽ ഒന്നായിരുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഏകദേശം 37% വളർന്ന് 782 കോടിയിൽ നിന്ന് 1070 കോടിയിലെത്തി. ക്രെയിൻ റെന്റൽ ബിസിനസ്സിലുണ്ടായ ശക്തമായ ഡിമാൻഡ്, റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ്, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എന്നിവയാണ് ഈ ഗ്രോത്തിന് പ്രധാന കാരണം. പ്രോഫിറ്റബിലിറ്റിയുടെ കാര്യത്തിലും കമ്പനി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഫിനാൻഷ്യൽ 2026 എബിഡ 429 കോടിയിലെത്തിയപ്പോൾ എബിഡ മാർജിൻ ഏകദേശം 40% നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം 184 കോടിയായി മുൻ വർഷത്തേക്കാൾ ഏകദേശം 18% വളർച്ച രേഖപ്പെടുത്തി. ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിയാലും മൊമെന്റം തുടരുകയാണ്. Q4 ഫിനാൻഷ്യൽ 2026 റവന്യൂ 31% വളർന്ന് 351 കോടിയിലെത്തി. നെറ്റ് പ്രോഫിറ്റ് 69 കോടിയായപ്പോൾ ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 40% നിലനിർത്താനും കമ്പനിക്ക് കഴിഞ്ഞു. ഇവിടെ ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന മെട്രിക്കാണ് അസറ്റ് യൂട്ടിലൈസേഷൻ. ക്രെയിൻ റെന്റൽ ബിസിനസ്സിൽ ക്രെയിൻസ് കൂടുതൽ സമയം കസ്റ്റമർ സൈറ്റിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ പ്രോഫിറ്റബിലിറ്റി മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ അസറ്റ് യൂട്ടിലൈസേഷൻ വളരെ പ്രധാനമാണ്. ഫിനാൻഷ്യൽ 2026
ഇത് 79%, ക്വാർട്ടർ 4 ഏകദേശം 87% ഉയർന്നു. മറ്റൊരു കാര്യം, റവന്യൂ ഉയരുന്നതിനനുസരിച്ച് എബിഡ മാർജിൻ എല്ലായ്പ്പോഴും അതേ രീതിയിൽ ഉയരണമെന്നില്ല. കാരണം കമ്പനി റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് ബിസിനസ് അതിവേഗം എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇത് ക്രെയിൻ റെന്റൽ ബിസിനസിനെ അപേക്ഷിച്ച് ഒരു അസറ്റ് ലൈറ്റ് മോഡലാണ്. ഓപ്പറേറ്റിംഗ് മാർജിൻ താരതമ്യേന കുറവാണെങ്കിലും ക്യാപിറ്റൽ റിക്വയർമെന്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മികച്ച റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അഥവാ ROC ജനറേറ്റ് ചെയ്യാൻ ഈ ബിസിനസിന് സാധിക്കുന്നു. ഏകദേശം 70% ROC ജനറേറ്റ് ചെയ്യുന്ന ഈ സെഗ്മെന്റ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോങ് ടൈം ഗ്രോത്ത് എഞ്ചിനിലൊന്നായാണ് മാനേജ്മെന്റ് വിലയിരുത്തുന്നത്. ഇനി കോമ്പറ്റീറ്റേഴ്സുമായി കമ്പയർ ചെയ്താൽ സാങ്വി മൂവേഴ്സ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. ഹെവി ക്രെയിൻ റെന്റൽ ബിസിനസ് എന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ഒരു ഇൻഡസ്ട്രിയാണ്. ഇവിടെ എൻട്രി ബാരിയേഴ്സും വളരെ ഉയർന്നതാണ്. ലിസ്റ്റഡ് സ്പേസിൽ നോക്കിയാൽ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് അഥവാ എയ്സ് പോലുള്ള കമ്പനികളുമായാണ് ചില സെഗ്മെന്റ്സിൽ സാങ്വി മൂവേഴ്സിനെ താരതമ്യം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രധാന ഒരു വ്യത്യാസമുണ്ട്. എയ്സ് പ്രധാനമായും കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. എന്നാൽ സാങ്വി മൂവേഴ്സിന്റെ പ്രധാന ബിസിനസ് ഹെവി ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ് റെന്റിന് നൽകുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ക്യുപ്പ പോലുള്ള പ്രൈവറ്റ് പ്ലെയേഴ്സ് ഈ സെഗ്മെന്റിൽ ഉണ്ടെങ്കിലും സ്കെയിലിന്റെ കാര്യത്തിൽ സാങ്വി മൂവേഴ്സിന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഇനി സാങ്വി മൂവേഴ്സിന്റെ പ്രധാന സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് മാർക്കറ്റ് ലീഡർഷിപ്പ്. ക്രെയിൻ റെന്റൽ ബിസിനസ്സിൽ സ്കെയിൽ വളരെ പ്രധാനമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രെയിൻ റെന്റൽ കമ്പനിയും ലോകത്തിലെ ടോപ്പ് 5 ക്രെയിൻ റെന്റൽ കമ്പനികളിൽ ഒന്നുമാണ്. 36 വർഷത്തെ ഓപ്പറേറ്റിംഗ് എക്സ്പീരിയൻസ്, ശക്തമായ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, എക്സ്പീരിയൻസ്ഡ് ഓപ്പറേറ്റേഴ്സ്, രാജ്യത്തെ ഏറ്റവും വലിയ സ്പെഷ്യലൈസ്ഡ് ക്രെയിൻ ഫ്ലീറ്റ്സിലൊന്ന്, ഇവയെല്ലാം പുതിയ കോമ്പറ്റീറ്റേഴ്സിന് എളുപ്പത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ശക്തമായ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നൽകുന്നു. രണ്ടാമത്തേത് ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പർ സൈക്കിൾ. ഇന്ത്യ ഇപ്പോൾ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. വിൻഡ് എനർജി, തെർമൽ പവർ, റിഫൈനറീസ്, മെട്രോ പ്രോജക്ട്സ്, പോർട്സ്, ന്യൂക്ലിയർ എനർജി തുടങ്ങി നിരവധി സെക്ടേഴ്സ് ഒരേ സമയം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്ടറിനെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ തീംസിലും സാങ്വി മൂവേഴ്സിന് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മൂന്നാമത്തേത് സ്ട്രോങ് ഓർഡർ ബുക്ക്. മെയ് ഫിനാൻഷ്യൽ 2027 കമ്പനിയുടെ എക്സിക്യൂട്ടബിൾ ഓർഡർ ബുക്ക് ഏകദേശം 1053 കോടിയാണ്. അതിലും ശ്രദ്ധേയമായത് ഏകദേശം 4000 കോടിയുടെ എൻക്വയറി പൈപ്പ്ലൈൻ ആണ്. എല്ലാ എൻക്വയറീസും ഓർഡേഴ്സ് ആകണമെന്നില്ല. എന്നിരുന്നാലും വരുംകാല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന് ഇത് വിസിബിലിറ്റി നൽകുന്നു. നാലാമത്തേത് ഇംപ്രൂവിംഗ് ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ. ഈ ബിസിനസ്സിൽ ക്രെയിൻസ് കൂടുതൽ സമയം പ്രൊജക്ട്സിൽ ഡിപ്ലോയിഡ് ആയിരിക്കുമ്പോൾ പ്രോഫിറ്റബിലിറ്റി മെച്ചപ്പെടും. കാരണം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതേപടി നിലനിർത്തിക്കൊണ്ട് അസറ്റ്സിൽ നിന്ന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാനേജ്മെന്റ് ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ തുടർച്ചയായി മെച്ചപ്പെടുത്തിയതും ശ്രദ്ധേയമാണ്. അഞ്ചാമത്തേത് മിഡിൽ ഈസ്റ്റ് എക്സ്പാൻഷൻ. സൗദി അറേബ്യയുടെ വിഷൻ 2030 ഉൾപ്പെടെയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് സാങ്വി മൂവേഴ്സിന് പുതിയ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുകയാണ്. സൗദി അറേബ്യ ഖത്തർ ഓപ്പറേഷൻസ് ഫിനാൻഷ്യൽ 2027 ക്യുമുലേറ്റീവ് എബിഡ പോസിറ്റീവ് ആകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇനി ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ട പ്രധാന റിസ്കുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം ക്യാപിറ്റൽ ഇന്റൻസീവ് ബിസിനസ്. സാങ്വി മൂവേഴ്സിന്റെ ബിസിനസ്സിൽ പുതിയ ക്രെയിൻസ് വാങ്ങുന്നതിന് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഫിനാൻഷ്യൽ 2026 മാത്രം കമ്പനി ഏകദേശം 474 കോടി ക്യാപെക്സ് നടത്തിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ 2027 കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് പദ്ധതിയിടുന്നുണ്ട്. രണ്ടാമത്തേത് സൈക്ലിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡ്. കമ്പനിയുടെ ബിസിനസ് പ്രധാനമായും ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, പോളിസി ഡിലൈസ്, ഫണ്ടിംഗ് ഇഷ്യൂസ് എന്നിവ കാരണം പ്രൊജക്ട്സ് സ്ലോ ഡൗൺ ആയാൽ ക്രെയിൻ യൂട്ടിലൈസേഷനെയും ബിസിനസ് ഗ്രോത്തിനെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേത് റൈസിംഗ് ഡെപ്റ്റ്. എക്സ്പാൻഷൻ നടക്കുമ്പോൾ ബോറോവിങ്സ് വർദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ഇന്റൻസീവ് ബിസിനസ്സിൽ സാധാരണമാണ്. ലിവറേജ് ഇപ്പോഴും കംഫർട്ടബിൾ ആണെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. എങ്കിലും ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പുതിയ ക്രെയിൻസിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഉയർന്ന യൂട്ടിലൈസേഷനും കൃത്യമായ ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നതാണ്. നാലാമത്തേത് മാർജിൻ മിക്സ്. കമ്പനിയുടെ റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ബിസിനസ് വളരുന്നതിനനുസരിച്ച് കൺസോളിഡേറ്റഡ് എബിഡ മാർജിനിൽ ചില മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ ബിസിനസിന്റെ എബിഡ മാർജിൻ ക്രെയിൻ റെന്റൽ ബിസിനസിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്.
എന്നാൽ മാനേജ്മെന്റ് പറയുന്നത് എബിഡ മാർജിൻ മാത്രം നോക്കാതെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അഥവാ ROCയും കൂടി വിലയിരുത്തണമെന്നാണ്. അതുകൊണ്ട് മാർജിൻ ഫ്ലക്ച്വേഷൻസ് മാത്രമല്ല ബിസിനസിന്റെ മൊത്തത്തിലുള്ള ഏർണിംഗ്സ് ഗ്രോത്തും ഇൻവെസ്റ്റേഴ്സ് നിരീക്ഷിക്കേണ്ടതാണ്. ഇനി മാനേജ്മെന്റ് ഈ ചലഞ്ചസ് എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ റിസ്കുകളെ കുറിച്ച് മാനേജ്മെന്റിന് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെയിൻ റെന്റൽ ബിസിനസിനെ മാത്രം ആശ്രയിക്കാതെ ഒന്നിലധികം ഗ്രോത്ത് എൻജിൻസ് ബിൽഡ് ചെയ്യാനാണ് കമ്പനി ശ്രമിക്കുന്നത്. കൂടാതെ ഇന്റർനാഷണൽ എക്സ്പാൻഷനും ശക്തമാണ്. ഇനി കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് സ്ട്രാറ്റജി നോക്കാം. മാനേജ്മെന്റിന്റെ ലോങ് ടേം വിഷൻ വളരെ വ്യക്തമാണ്. ഹെവി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് നടക്കുന്നിടത്തെല്ലാം സാങ്വി മൂവേഴ്സിന്റെ പ്രസൻസ് ശക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യയിൽ നിരവധി സെക്ടേഴ്സ് ഒരേ സമയം എക്സ്പാൻഷൻ ഫേസിലാണ്. ഇവിടെയെല്ലാം സ്പെഷ്യലൈസ്ഡ് ഹെവി ലിഫ്റ്റിംഗ് സൊല്യൂഷൻസ് ആവശ്യമായതിനാൽ വരും വർഷങ്ങളിലും ശക്തമായ ഡിമാൻഡ് തുടരുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷ. ഇനി വാലുവേഷൻ പെർസ്പെക്റ്റീവിൽ സാങ്വി മൂവേഴ്സിനെ എങ്ങനെ വിലയിരുത്താമെന്ന് നോക്കാം. നിലവിൽ സ്റ്റോക്ക് ഏകദേശം 19 to 20 ടൈംസ് ഏർണിംഗ്സ് വാലുവേഷനിലാണ് ട്രേഡ് ചെയ്തത്. എന്നാൽ മാനേജ്മെന്റ് റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് ബിസിനസ്സും മിഡിൽ ഈസ്റ്റ് എക്സ്പാൻഷനും വിജയകരമായി നടപ്പിലാക്കുകയും ഫ്ലീറ്റ് യൂട്ടിലൈസേഷനും പ്രോഫിറ്റബിലിറ്റിയും നിലവിലെ പോലെ ശക്തമായി നിലനിർത്തുകയും ചെയ്താൽ വരും വർഷങ്ങളും ഏർണിംഗ്സ് കോമ്പൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇൻവെസ്റ്റേഴ്സ് ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ബിസിനസ്സുകൾ സൈക്ലിക്കലാണ്. ഗവൺമെന്റ് സ്പെൻഡിംഗ്, പ്രൊജക്ട് എക്സിക്യൂഷൻ എന്നിവയെ ആശ്രയിച്ച് വാലുവേഷനിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ സാങ്വി മൂവേഴ്സിനെ എങ്ങനെ വിലയിരുത്താമെന്ന് നോക്കിയാൽ മാർക്കറ്റ് ലീഡർഷിപ്പ്, സ്ട്രോങ് ഓർഡർ ബുക്ക്, ഹെൽത്തി പ്രോഫിറ്റബിലിറ്റി, ഡൈവേഴ്സിഫൈഡ് റവന്യൂ സ്ട്രീംസ്, വളർന്നുകൊണ്ടിരിക്കുന്ന റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് ബിസിനസ്, മിഡിൽ ഈസ്റ്റ് എക്സ്പാൻഷൻ, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ക്യാപെക്സ് സൈക്കിളിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവയെല്ലാം കമ്പനിയുടെ പ്രധാന പോസിറ്റീവ്സ് ആണ്. അതേസമയം ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി നിരീക്ഷിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ ഉയർന്ന നിലയിൽ തുടരാൻ സാധിക്കുമോ? മിഡിൽ ഈസ്റ്റ് ബിസിനസ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രോഫിറ്റബിൾ ആകുമോ? ക്യാപെക്സ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡെപ്റ്റ് നിയന്ത്രണത്തിലാകുമോ? ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മൊമെന്റം വരും വർഷങ്ങളിലും ശക്തമായി തുടരുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാകും കമ്പനിയുടെ അടുത്ത ഗ്രോത്ത് ഫേസിനെ നിർണ്ണയിക്കുക. ഓർക്കുക, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയുള്ള അനാലിസിസ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെ സമീപിക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്കുമായി അടുത്ത ആഴ്ച വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയിൽ കാണാം. നന്ദി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.